ദൈവം ശ്രദ്ധിക്കണ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കാവൂ. മനുഷ്യൻ ശ്രദ്ധിക്കണ പോയിൻ്റ് ശ്രദ്ധിക്കുമ്പോഴാണ് പ്രാർത്ഥന പമ്മണത്. പറഞ്ഞ മനസ്സിലായ? ദൈവം ശ്രദ്ധിക്കണ പോയിൻ്റുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ശ്രദ്ധിക്കണത് മനുഷ്യന്മാർ ശ്രദ്ധിക്കണ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കണത്. പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ എന്നാ പറയണത്? ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്ന രാജാവ് സന്തതി. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. ദൈവത്തെ ഭയപ്പെടാത്ത എന്ന് പറഞ്ഞ്, ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യും? ദിവസം ഒരു സാധു വിധവയാണ്, പിന്നെ ആരാണ്? സാധുവുമാണ്. ദിവസം ഒരു സാധു വിധവ വന്ന് യജമാനെ എനിക്ക് നീതി നടത്തി തരണമേന്ന് അവനോട് അപേക്ഷിക്കുക പതിവായിരുന്നു. എന്താണ് അയാളുടെ വീട് ചിലപ്പോൾ എല്ലാവരും കൈകാര്യം കാണും, തിരക്കാനും ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും ആരില്ലല്ലോ. അപ്പോഴേ ഇയാളെന്താ പറയണത്? ഇയാൾ തന്നെത്താൻ ചിന്തിച്ച് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, പിന്നെ എന്താണ്, മനുഷ്യനെ മാനിക്കുന്നില്ല. എങ്കിലും ഇവരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാരണം ഞാൻ അവർക്ക് നീതി നിറവേറ്റി കൊടുക്കും. എപ്പോഴും ശല്യപ്പെടുത്തുക. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, ഇത്രയും പറഞ്ഞിട്ട് നീതിരഹിതനായ ന്യായാധിപൻ പറയുന്ന ശ്രദ്ധിക്കുവൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നീതി നടത്താതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാലവിളംബം വരുത്തുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വരുത്തുമെന്നോ വരുത്തത്തില്ലെന്നാ? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ, നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീതി നടത്തി കൊടുക്കും. അതിന് കാലവിളംബം വരുത്തുമോ എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താണ്? എന്താ? താമസം വരുത്തുമെന്നോ വരുത്തത്തില്ലെന്നോ? വരുത്തത്തില്ലെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ പോളിസിയാണ്. നമ്മൾ ഇട്ട് നടത്തുന്ന പരിപാടിയൊന്നുമില്ല, സർക്കാർ പ്രോഗ്രാമൊന്നുമില്ല. ദൈവത്തിൻ്റെ പോളിസി എന്താ? കാലവിളംബം വരുത്താത്തതാണ്. കാലവിളംബം വരുത്താത്തതാണ് ദൈവത്തിൻ്റെ പോളിസി. അത് കൃത്യമായി കർത്താവ് പറയുന്നുണ്ട്. അമ്മയുടെ പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് കൺകറൻസ് കിട്ടാൻ കാര്യം എന്താ? സമയമായില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ടാകുന്ന നോക്കുകയല്ലേ. സമയമായില്ല എന്നല്ലേ കാനായിലെ കല്യാണത്തിൽ അമ്മയോട് പറയണത്. എന്നാലും സമയമായില്ല എന്ന് പറഞ്ഞാലും സഹായിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് ദൈവം നോക്കും. അപ്പം ദൈവത്തിൻ്റെ